നമസ്കാരം. 32 പേരടങ്ങുന്ന രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടുകൂടി BJP തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്നു എന്ന പ്രതീതി ഉളവാക്കുന്നു. രണ്ടാം സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ VIP ആയ ഒരു വ്യക്തിയെയാണെന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും പരിചിതനായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്തമംഗലം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല. എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ മധുസൂദനൻ സാറ് മത്സരിക്കുന്നു. മധുചേട്ടൻ മത്സരിക്കുന്നത് വേറെ ആർക്കും എതിരെയല്ല, മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന ശബരിനാഥിനെതിരെയാണ്. ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വവും മധുചേട്ടൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ പര്യടനത്തിലാണ്, കാണുന്നവരോടെല്ലാം പരമാവധി വോട്ടുകൾ കളക്ട് ചെയ്യുന്നതിനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ചേട്ടൻ VIP ആയി, ടെൻഷൻ ഉണ്ടോ? അല്ല, VIP അല്ല, ഞാൻ ഏറ്റവും ലോവറിലുള്ള P ആണ്. മനസ്സിലായില്ലേ? ഏറ്റവും ലോവർ ഏത് P ആണ്. ഒരു ടെൻഷനൊന്നുമില്ല. ടെൻഷൻ എൻ്റെ ആൾക്കാരുടെ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ അതിന് ടെൻഷൻ അടിക്കുന്നത്. പ്രവർത്തകരെ ഉണ്ട്, നമ്മുടെ പാർട്ടിയുണ്ട്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർജി എന്നെ നേരിട്ട് കൂടെ നിയോഗിച്ചതാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് വാർഡായിരുന്നു, എനിക്ക് അവിടെ ആയിരുന്നു അവിടെ ആയിരിക്കുന്ന ആൾ വിശ്വാസത്തിലായിരുന്നു. അവിടുത്തെ പ്രവർത്തകരെല്ലാം ബോർഡും അടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചതാണ്. അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരൻ നിർദ്ദേശാനുസരണം ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞവിടെ ഇങ്ങോട്ട്. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. നരേന്ദ്രമോദിജി ഭാരതം ഭരിക്കുമ്പോൾ നമുക്ക് എന്താ ടെൻഷൻ? മേയർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ആളല്ല, MLA ആണ്. കാർത്തികൻ സാറിൻ്റെ മകനെന്നുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ മേയർ സ്ഥാനാർത്ഥിയാണ്. അപ്പം മുൻ MLAക്കും മേയർ സ്ഥാനാർത്ഥിക്കും എതിരെ മത്സരിക്കുന്നു. വിജയം സുനിശ്ചിതമാണോ? അല്ല, ഞാൻ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള ആളൊന്നും നിൽക്കരുത്. എന്നെ സംബന്ധിച്ച് ഞാൻ കണക്കൂട്ടുന്നത് എല്ലാ പേരും ശക്തരായ സ്ഥാനാർത്ഥികൾ, എല്ലാവരും മത്സരിക്കാൻ അർഹത ഉള്ളവരാണ്. അതിനൊന്നും MLA ഒന്നും അങ്ങനെയൊന്നുമില്ല. ഇത് രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാവർക്കും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം. അദ്ദേഹത്തെ ഞാൻ ഒരു വിധത്തിനും ഒരു സ്ഥാനാർത്ഥിയും ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ആയാലും ശരി, കോൺഗ്രസിൻ്റെ ആയാലും ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്, അവരെയൊന്നും ആരെയും കുറച്ച് കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യും. എന്നോടൊപ്പം എൻ്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ വീടുവിടാന്തരം കയറിറങ്ങും. കാരണം അല്പം താമസിച്ചു എന്നുള്ള വസ്തുതയാണ്. പക്ഷേ അത് നമ്മൾ മാക്സിമം കവർ ചെയ്ത് എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാരുടെ എത്തുകയും താഴെത്തട്ട് മുതൽ മേലെത്തട്ട് വരെ എല്ലാ ആൾക്കാരും നേരിട്ട് കാണും. ഒരു സംശയമില്ല. എല്ലാവരും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പോകും. എൻ്റെ ജീവിതത്തിൻ്റെ 10 വർഷം കൊണ്ട് നിങ്ങൾക്കറിയാം എൻ്റെ കൗൺസിലർ പദവിയുടെ വിജയം അതാണ്. എല്ലാ ആൾക്കാരും, രാഷ്ട്രീയ ജാതി മത വർണ്ണ വ്യത്യാസമില്ല, എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, അത് എൻ്റെ പ്രസ്ഥാനം എനിക്ക് നൽകുന്ന നിർദ്ദേശമാണ്. അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തനം. എനിക്ക് മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള 35 കൗൺസിലർമാർക്ക് അത് തന്നെയാണ് നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് നമുക്ക് പരിപൂർണ്ണ സംതൃപ്തിയാണ്, വിശ്വാസമാണ്. കവടിയാറിലെ ജനത്തെ അവരെന്നെ നെഞ്ചിലേറ്റ് എന്നെ വിജയിപ്പിക്കും. ഞാൻ അവരോടൊപ്പം ഉണ്ട് എല്ലാ സമയത്തും, ഏത് സമയത്തും, എല്ലാ കാര്യത്തിനും, ഏത് സമയത്തും. അവർക്ക് സന്തോഷമായാലും ശരി, അങ്ങേറ്റ സങ്കടമായാലും. ഞാൻ ഏറ്റവും കൂടുതൽ 2 വാർഡുകളിലും എവിടെയാണോ സങ്കടം കൂടുതലുള്ളത് അവിടെയാണ് ഞാൻ കൂടുതൽ പോയിട്ടുള്ളത്. കല്യാണങ്ങളിൽ പോകുന്നതിനേക്കാളും കൂടുതൽ അനന്തര ചടങ്ങ് മരണത്തിനൊക്കെയാണ് ഞാൻ സങ്കടകരമായ കാര്യങ്ങൾ വീട്ടന്തരീക്ഷമാണ്, അവിടെയാണ് ഞാൻ കൃത്യമായി എത്തിച്ചേർന്നത്. അത് തന്നെയാണ് എൻ്റെ വിജയത്തിലേക്ക് ലക്ഷ്യം എന്നുള്ളത് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും എൻ്റെ പെറ്റമ്മ കഴിഞ്ഞാൽ പോറ്റമ്മ ശ്രീ ഉദയനൂരമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മഹാദേവനുണ്ട്, മൃഗസ്വാമിയുണ്ട്, ഇവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ, മുസ്ലിം ആരാധനകൾ, ഇവരൊക്കെ അവരുടെ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും എൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ വികസിതാനന്ദപുരി എന്നുള്ള ആശയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തി കാണിക്കുന്ന പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ അത് തന്നെയാണോ വികസിതാനന്ദപുരി എന്നുള്ള ആശയവും? അതാണോ ചേട്ടനും ജനങ്ങളോട് പറയാനുള്ളത്? കൃത്യമായ ഒരു ആപ്തവാക്യം. ഇവിടെ അതുപോലെ തന്നെ കവടിയാറിൽ മാറാത്തത് ഇനി മാറും. അത് നമ്മൾ ഉയർത്തി കാണിക്കുകയാണ്. കവടിയാറിൽ മാറാത്തത് ഇനി മാറും. വികസിതാനന്ദപുരി, അനന്തപത്മനാഭൻ്റെ നാട്ടിൽ ഒരു വികസനം ഇല്ലാതിരിക്കുന്ന, വർഷങ്ങളായിട്ട് ഇടതുപക്ഷവും ഇടയ്ക്ക് കോൺഗ്രസും ഭരിച്ച ഈ അനന്തപത്മനാഭൻ്റെ നഗരസഭയിൽ തീർച്ചയായിട്ടും BJP അധികാരത്തിൽ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, തിരുവനന്തപുരം നഗരസഭയുടെ ഔദ്യോഗിക പതാകയുടെ നിറവും നമ്മുടെ ദേശീയ പ്രസ്ഥാനമായ BJPയുടെ ഔദ്യോഗിക പതാകയുടെ നിറവും ഒന്നാണ്. ശ്രദ്ധിച്ചിരിക്കുക. തീർച്ചയായിട്ടും ആ പതാകയിലുള്ള ഒരു മേയർ, നമ്മുടെ താമരാങ്കിത ഹരിത കുങ്കുമ പതാക ഏന്തിയ ഒരു മേയർ തിരുവനന്തപുരം നഗരസഭയിൽ എത്തിച്ചേരുമെന്നുള്ള യാതൊരു സംശയമില്ല. അത് പൂർണ്ണ വിശ്വാസമുണ്ട്. പാർട്ടി അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ എല്ലായിടത്തും നിർത്തിയിരിക്കുന്നത്, എല്ലായിടത്തും മികവുറ്റ, ഞാൻ മാത്രമല്ല, എല്ലായിടത്തും മികവുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. കാരണം ജയം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 5 വർഷക്കാലവും കൗൺസിലറായിരുന്നപ്പോൾ എനിക്കൊരു ഓഫീസും ശാസ്തമംഗലത്ത് ഹെൽത്ത് ഓഫീസിനടുത്താണ്. ശരിക്കും പറഞ്ഞാൽ അത് കൗൺസിലർ ഓഫീസായിരുന്ന സ്ഥലമാണ്. നഗരസഭയുടെ ഭരണാധികാരികൾ അത് ആ കൗൺസിലർ ഓഫീസ് മേയർക്ക് വേണ്ടി, MLAക്ക് വേണ്ടി കൊടുത്തത്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു മുറിയിലാണ് എൻ്റെ ഓഫീസ്. മുറി ചെറുതോ വലുതായിക്കോട്ടെ, വിഷയമില്ല. എൻ്റെ ഓഫീസ് സാധനങ്ങളെല്ലാം നിങ്ങൾ വന്നാൽ കാണാം. ഇപ്പോഴാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അവിടെ എൻ്റെ ഓഫീസ് സാധനങ്ങളെല്ലാം ഞാൻ അവിടുത്തെ ബാത്റൂമിനകത്ത് വെച്ചിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പരിമിതിയാണ് അത്. എങ്കിൽ തന്നെയും
എനിക്ക് ഓഫീസില്ല, ഓഫീസ് വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എൻ്റെ വാഹനം, എൻ്റെ സ്കൂട്ടർ, അതിനാണ് എൻ്റെ മെയിൻ ഓഫീസ്. എൻ്റെ സ്കൂട്ടറിനകത്ത് എല്ലാ സാധനവും ഉണ്ട്. ഒരു ജനത്തിന് ആവശ്യമുള്ള എല്ലാ സാധനവും എൻ്റെ സ്കൂട്ടറിനകത്തുണ്ട്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ്. ആ ഓഫീസിലാണ് ആ ഓഫീസുമായിട്ടാണ് ഞാൻ 5 വർഷക്കാലം ശാസ്തമംഗലത്തെ നിവാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. എൻ്റെ കാരണം ആക്റ്റീവ സ്കൂട്ടർ, അതാണ് എൻ്റെ ഓഫീസ്. കവടിയാറിലെ ജനങ്ങളെ അവർ എന്നെ ഏറ്റെടുക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ